നമ്മൾ പണിക്കിടയിൽ ഒരാളെ യാദൃച്ഛികമായിട്ട് കണ്ട് 10 വർഷം കേരളത്തിൽ വേറെടുത്തല്ല നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് അത് നമ്മുടെ സ്വന്തം കഴക്കൂട്ടത്ത് 10 വർഷം പണി ചെയ്ത ഒരാളെ നമ്മൾ കണ്ടു കേട്ടോ. ഹലോ, പില്ലർ റൈഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഗാങ്ടോക്കിലാണ്. പെർമിറ്റിനും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇന്ന് രാവിലെ കിട്ടി. പക്ഷേ കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു. കാര്യങ്ങളും കിട്ടാണ്ടിരിക്കാൻ കുറച്ച് ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം വണ്ടി ചേട്ടൻ്റെ പേരിലായിരുന്നു. അങ്ങനെ പറ്റത്തില്ല, RC ഓണറിൻ്റെ പേരിലാണെങ്കിൽ പെർമിറ്റ് കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അവസാനം നമ്മളെ ട്രാവൽ ഏജൻസിയിലെ ചേട്ടൻ എങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. 3 രാത്രിയും 4 പകലിനും വേണ്ടിയിട്ട് 1700 രൂപ കേട്ടോ പെർമിറ്റ്. പുള്ളിയുടെ സർവീസ് ചാർജ് കൂടെ ഉൾപ്പെടെയാണെന്നാണ് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. അപ്പോൾ പെർമിറ്റ് കാണിച്ചാടാ, ഇതാ ഇതാണ് പെർമിറ്റ് ഒന്ന്. എൻ്റെ ബാക്കിൽ എങ്ങനെയുണ്ട്. ഗാങ്ടോക്കിൽ നിന്ന് ലാച്ചിലോട്ട് തെറിക്കുക കേട്ടോ. രാവിലെ ഭയങ്കര മൂഡ് ഓഫൊക്കെ ആയിരുന്നു. പെർമിറ്റും കാര്യങ്ങളും കിട്ടൂല, ചാൻസ് കുറവാണെന്ന് പുള്ളി വിളിച്ച് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ ആണഞ്ഞ് ഈ നമ്മുടെ സിക്കിം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പഞ്ചാബ് അങ്ങനെ ആ ഏരിയയിലോട്ട് പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള പ്ലാനിലൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ പെർമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി, സന്തോഷം. ഭയങ്കര രസമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് റോഡ് ഇച്ചി മോശമാണ്, ഇടയ്ക്ക് ഇതുപോലെ നല്ല റോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാം കുഞ്ഞ് ഇടുങ്ങിയ റോഡാണ്. തണുപ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. കയ്യിലാണ് കൂടുതലും അടിക്കുന്നത്. ചെറിയ അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 നനഞ്ഞ ഗ്ലൗ ആണ്, ഇതുവരേക്കും ഉണങ്ങിയിട്ടില്ല. കൈക്കകത്ത് ഭയങ്കര നന്നായിട്ട് തണുപ്പടിക്കുന്നുണ്ട്. അയ്യോ, രക്ഷയില്ല. വഴി ഒരു പ്രാർത്ഥനയുള്ളൂ, സിക്കിം പോകുന്നത് വരെ മഴ പെയ്യരുതെന്ന്. നമ്മളിവിടെ വന്നിട്ട് സിക്കിമിലെ എല്ലാ മഴയും നനഞ്ഞു. കാണുന്നത് ടെസ്റ്റാ റിവറാണേ. നമ്മൾ ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലോട്ട് പോകാം. നമ്മൾ അടുത്ത മല കയറുന്നുണ്ട്. ഇതുപോലത്തെ റോഡും കാര്യങ്ങളുമാണ്. ശുക്കന വാണം വിട്ട പോലെയൊക്കെ വരുമ്പോൾ നമുക്ക് നേരത്തെ റോഡൊന്നും കാണാത്തത്. ഇതുപോലെ കുണ്ടും കുഴിയായിട്ട് കിടക്കും. അതാണ് ഏറ്റവും വലിയ സീൻ. പിന്നെ ഈ ഭാഗത്തൊക്കെ പാതിയും മലവെള്ളവും ഉരുൾപൊട്ടലൊക്കെ പോയ സ്കീമുകളാണ്. ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോവാം. അതിൻ്റെ ഇടയിൽ ഈ ലോറിയും ഒരു കിടിലൻ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ രക്ഷയില്ലാത്ത റോഡുകളാട്ടോ മൊത്തം. ഇനി ഇങ്ങനെയാണ്, കുറച്ച് നല്ല റോഡും കൂടുതൽ ഓഫ് റോഡും. ഇതെല്ലാം നമ്മുടെ ഉരുൾപൊട്ടലൊക്കെ പോയതാണ്. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ തലയിലൊക്കെ കല്ലൊക്കെ വന്ന് വീഴാൻ ചാൻസൊക്കെ ഉണ്ട്. എങ്കിലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഇൻഷാ അല്ലാഹ് ദൈവം സഹായിച്ച് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു തവണ ഇവിടെയൊക്കെ വരണം. ഏതിൻ്റെങ്കിലുമൊക്കെ ഒരു അഡ്വഞ്ചറൊക്കെ എടുത്ത്, ഏതിൻ്റെങ്കിലും അല്ല, നമ്മൾ ബ്രാൻഡ് വിട്ടൊരു കളിയില്ല. ഇവർക്ക് ഒരു അഡ്വഞ്ചറൊക്കെ എടുത്തിട്ട് ഒന്നും കൂടെ ഒരു ഓഫ് റോഡ് അടിക്കണമെന്നൊക്കെ ഇട്ട്. പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും കഷ്ടപ്പാടൊക്കെ നിറഞ്ഞതാണെന്ന്. ഇതേതാണ്ട് ഭയങ്കര സത്യമായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഒത്തിരി കഷ്ടപ്പാടാണ്. ഏറ്റവും കൂടുതൽ പണി കിട്ടിയ എന്താണെന്നറിയോ? ടയർ ചൂസ് ചെയ്തതാട്ടോ. ശരിക്കും നമ്മൾ പ്രൈസ് നോക്കിയിട്ട് ഏറ്റിൻ്റെ ടയറാണ് എടുത്തത്. അത് നമുക്ക് വല്ലാത്തൊരു പണി കിട്ടി. അത് റോഡ് യൂസിന് ഇപ്പോൾ കിടക്കുന്ന ടയർ റോഡ് യൂസിന് ബെറ്ററാണ്. പക്ഷേ ഓഫ് റോഡിന് ഭയങ്കര സീനാണ്. നമുക്ക് 2 ടയറും ഫ്രണ്ടും ബാക്കും പണി കിട്ടിയതാണ്. ടയർ ചൂസ് ചെയ്തത് ഭയങ്കര വലിയ അടിയായിപ്പോയി. ടയറും കൂടെ ഏതെങ്കിലുമൊക്കെ ഓഫ് റോഡിങ് പറ്റിയിട്ടുള്ളതായിരുന്നുവെങ്കിൽ ഭയങ്കര നൈസായിരുന്നു. റൂട്ട് നോക്കിയ മാപ്പിൽ മാതിരി മറ്റേ പാമ്പൊക്കെ പെനഞ്ഞ് കിടക്കുന്ന പോലെ ഉണ്ട്. എല്ലാ ആൾക്കാരും ഭയങ്കര സപ്പോർട്ടാട്ടോ ഇത് കണക്ക് ബൈക്ക് ടൂർ ചെയ്യുന്നവർക്ക്. ഇപ്പം തന്നെ സൈഡൊക്കെ നോക്കിയിട്ട് നമ്മളടുത്ത് കയറി പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വട്ടം ഹോൺ അടിച്ചാൽ മതി, അവർ സൈഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ അടുത്ത് കയറി പൊക്കോളാൻ പറയും. നല്ല ആൾക്കാരാണ് സിക്കിമിലൊക്കെ ഉള്ളത്. ഞങ്ങളങ്ങനെ മംഗലിലെത്തി. ഇപ്പം ലാച്ചലിലൊക്കെ പോകുന്ന വഴിക്ക് ഉള്ള അവസാനത്തെ പെട്രോൾ ബങ്ക് ഈ മംഗലിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കന്നാസും ബഞ്ചേ കേബിളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ അബുവിന് ബൂട്ടും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാർക്കറ്റിലോട്ട് കയറിയിട്ടുണ്ട്. ഇതെല്ലാം മേടിച്ച് സെറ്റായിട്ട് ഇവിടെ നിന്ന് തെറിക്കുള്ളൂ. ക്യാനും ബഞ്ചേ കേബിളും എല്ലാം മേടിച്ചിട്ടുണ്ട്. പക്ഷേ ബൂട്ടും കാര്യം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ അടുത്തൊരു ഭാരതിൻ്റെ പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകണം. വണ്ടിയിലും ക്യാനിലും പെട്രോൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെയൊക്കെ ഷൂസ് നോക്കി അപ്പോൾ നടക്കുന്നുണ്ട്.
കിട്ടൂലെന്ന് അറിയില്ല. മങ്കൻ മാർക്കറ്റ് അത്യാവശ്യം വലിയ മാർക്കറ്റാണ്. ഇവിടെ മൊത്തം അലഞ്ഞ് തിരിഞ്ഞ് ഷൂസ് കിട്ടിയില്ല. കന്നാസ് കിട്ടി. കന്നാസ് 10 ലിറ്ററിൻ്റെ 100ഉം 5 ലിറ്ററിൻ്റെ 50, അങ്ങനെ 150 രൂപ കന്നാസിനായി. ബഞ്ചേ കേബിൾ ഒരു 4 മേടിച്ച് 50 രൂപ വെച്ചിട്ട് അതൊരു 10-200 രൂപയായി. ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി പെട്രോൾ ഫില്ല് ചെയ്യണം. നേരെ ലാച്ചലിലോട്ട് തിരക്കണം. പണി കിട്ടിയേ. ലാസ്റ്റ് പെട്രോൾ ബങ്കിൽ പെട്രോൾ ഇല്ല. അപ്പോൾ നമ്മൾ വന്ന വഴി ഇനി തിരിച്ചിറങ്ങി പോകണം പെട്രോൾ അടിക്കാനായിട്ട്. ഏതാണ്ട് ഒരു 8 കിലോമീറ്ററോളം തിരിച്ചു പോയാലേ അടുത്ത പെട്രോൾ ബങ്കുള്ളൂ. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. പെട്രോൾ കിട്ടിയില്ലാതെ മൊത്തത്തിൽ പണിവാളിയനെ. കന്നാസിന് പെട്രോൾ കാര്യങ്ങളൊക്കെ മേടിച്ച് ഒന്ന് ഇതിൽ മാഗി എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ച് ലാച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ബീഫ് കിട്ടി കേട്ടോ. ഇതാ ഇത് മോമോയുടെ ചേട്ടൻ തായ്പോങ്. മോമോയുടെ ചേട്ടൻ തായ്പോങ്. നമുക്ക് ബബിത ആന്റിയുടെ ഷോപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. ബബിത ആന്റി ഭയനാ സുദീപ് അഭയ്. അപ്പം നമ്മുടെ പുതിയ കമ്പനിക്കാരാണ്. അപ്പം നല്ല ബീഫ് തായ്പോങ് കിട്ടിയിട്ടുണ്ട്. കഴിച്ചു നോക്കി, നല്ല രസമുണ്ട്. ഇതാ ഇത് സൂപ്പാണ്. എങ്ങനെയുണ്ട് തായ്പോങ്? പിന്നെ അതിൻ്റെ മേളിൽ ഇട്ടേക്കുന്നത് നമ്മുടെ മുളവച്ചാറാട്ടോ. നമ്മൾ മോമോസിൻ്റെ ചേട്ടനെ തിന്നുന്ന കണ്ടിട്ടെ നമ്മളെ ശേഖർ ഭായി ചോദിക്കുന്നത് നിങ്ങൾ ബീഫ് കഴിക്കുമോന്ന്. എന്ത് ചോദ്യം മലയാളിയുടെ അടുത്തല്ലേ ആവോ. നമ്മളടുത്ത് ചോദിക്കുന്നത് ബീഫ് കഴിക്കുമോന്ന്. നമ്മൾ പറഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ നമ്മളെ എത്തിയേനെന്ന് പറഞ്ഞിട്ട് പറ്റുന്നില്ല നമ്മളെ കൊണ്ട്. അപ്പോൾ ആദ്യമായപ്പോഴേ തുളന്നു. ഏതാണ്ട് ഒരു 2-3 കിലോ വരും ഒരു സാധനം. നല്ല സാധനമാണ്, ടേസ്റ്റ് ആണ്. ഇവിടെ ഉള്ള എല്ലാവരും ഇതൊക്കെയാണ് ട്രൈ. ഇപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നിന്നില്ല. കാരണം ഒരു 4 മണി കഴിഞ്ഞാൽ കോട ഇറങ്ങും. പിന്നെ വഴി ടാസ്ക് ആവുമെന്ന് അവിടെ ഇരുന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബബിജാൻറ്റിൻ്റെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൽ മൊത്തം വാട്ടർഫാളാണ്. ഈ വരുന്ന വഴിക്ക് എല്ലാം ഇതുപോലത്തെ കുഞ്ഞു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ എല്ലാം ഇങ്ങനെ ഈ റിവർ നിറഞ്ഞ് നമ്മുടെ റോഡിൽ കൂടെ ഒഴുകിയ അപ്പുറത്തേക്ക് പോകുന്നത് റിവറിലോട്ട്. ഭയങ്കര രസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് നമുക്ക് കാണാൻ. ഇതാണ് തൂങ് ബ്രിഡ്ജ്. തൂങ് ബ്രിഡ്ജിന് മുമ്പത്തെ പഴയ ബ്രിഡ്ജ് അതോ ആ കാണുന്നത് മൊത്തം മരിച്ച്. ഈ കാണുന്നത് ഇനി തൊട്ട് ചുങ്താങ് പോലീസ് സ്റ്റേഷൻ്റെ പരിധി കേട്ടോ. എന്താ പേരല്ലേ. ആ മലയെന്നാണ് ഞങ്ങൾ ഈ മലയിലോട്ട് കയറിയത്. ഏതാണ്ട് ഈ മല നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായി. പോലീസ് ഔട്ട് പോസ്റ്റ് മിക്കവാറും ആദ്യത്തെ പെർമിറ്റ് കാണിക്കേണ്ട മിക്കവാറും ഇവിടെ ആയിരിക്കും എന്നാണ് തോന്നണേ. ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിക്കിം പോലീസിൻ്റെ എന്തോ ചോദിക്കുന്നുണ്ട്, വണ്ടി ഒതുക്കാൻ പറഞ്ഞിട്ടേ. കഷ്ടപ്പാട് തന്നെ ഇറങ്ങുന്നത്. മിക്കവാറും പെർമിറ്റ് ആയിരിക്കും. പോയി നോക്കട്ടെ. ഇത് അവിടുത്തെ ഒന്നും ചോദിച്ചില്ല, ഞങ്ങളടുത്ത് മാത്രം പെർമിറ്റ് എൻട്രി കൗണ്ടർ കേട്ടോ. പെർമിറ്റിന് വേണ്ടിയിട്ടാ. ക്യാമറയും കാര്യങ്ങളും ഹെൽമെറ്റിൽ നിന്ന് ഊരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കയ്യിലായിരിക്കും. ഇതാ ഒരു ടണൽ, നമ്മളെ റൈഡിലെ ആദ്യത്തെ ടണലാട്ടോ ഈ കാണുന്നത്. ആദ്യത്തെ ടണൽ. ബാക്കി കുഞ്ഞൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു ടണലാണ് ആദ്യമായിട്ടാണ്. അച്ഛൻ ഭയങ്കര വെറൈറ്റി ആട്ടോ. ഓരോ വീടും പല പല കളറാണ്. നീല, ഒരു വീട് നീലയാണെന്നുണ്ടെങ്കിൽ അടുത്ത പച്ചയാണ്, മഞ്ഞാണ്, അങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ ലാച്ചൻ. അതുപോലെയാണ് നമ്മുടെ റൂം കേട്ടോ. നീല, മഞ്ഞ, മേളിൽ വെള്ള, ബാത്റൂം ഓറഞ്ച്, അപ്പുറത്തെ റൂം ഇതാ ഈ കളർ നമ്മുടെ ഓറഞ്ച്. റൂമും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് മറ്റേ മിലിറ്ററി ക്യാമ്പാട്ടോ. വേണ്ട, ആ കാണുന്നത് മിലിറ്ററി ക്യാമ്പാണ്. വരുന്ന വഴി ഭയങ്കര ഇതായിരുന്നു അല്ലേ. നല്ല തണുപ്പുണ്ട്. ഇവിടെ ഒരു നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ചേട്ടനുണ്ട്. പക്ഷെ പുള്ളിക്ക് നന്നായിട്ട് തമിഴ് അറിയാം. പുള്ളി കുറേ നാള് നമ്മുടെ ചെന്നൈക്ക് അടുത്തും ഒക്കെ ഉണ്ടായിരുന്നു. പേരെന്താ ബ്രോ? റബി പ്ലംബറാണ്, അല്ല ഇലക്ട്രീഷ്യനാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് സൗത്താണെന്ന് പറഞ്ഞപ്പോൾ തമിഴൊക്കെ അറിയാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് കൊഞ്ചം അറിയാം. നമ്മളെ കണ്ടതും പുള്ളി നമ്മുടെ അടുത്ത് ആദ്യം ചോദിച്ചത് തമിഴ് അറിയാമെന്ന് ചോദിച്ചത്. പിന്നെ ഈ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന പുള്ളിയാട്ടോ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. ഒരു 10 മിനിറ്റ് മുന്നേ ഈ ക്യാമ്പൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്യാമ്പൊന്നും കാണാനില്ല. ഫുള്ള് ഫോഗ് കയറി. പെയിനാണ് കേട്ടോ ക്ലൈമറ്റ് തടുക്കണേ. പൈസക്ക് ടൈറ്റ് കാരണം ഞാൻ ലാച്ചല്ലൊരു കടയിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്നത്. ഇതാണ് നമ്മളെ കട.
നമ്മൾ പണിക്കിടയിൽ ഒരാളെ യാദൃച്ഛികമായിട്ട് കണ്ട് 10 വർഷം കേരളത്തിൽ വേറെ അടുത്തല്ല, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത്, അത് നമ്മുടെ സ്വന്തം കഴക്കൂട്ടത്ത് 10 വർഷം പണി ചെയ്ത ഒരാളെ നമ്മൾ കണ്ടു കേട്ടോ. ഇതാ നിൽക്കുന്നത് നമ്മുടെ ആള്. പേരെന്താ ബ്രോ? മഹാബലനോ. മലയാളമൊക്കെ അറിയാം കേട്ടോ, നമ്മളെക്കാൾ നന്നായിട്ടറിയാം. പുള്ളിയുടെ വീട് ഇവിടെ അടുത്താണ്. ഇപ്പം ഇവിടെ എന്തോ പണിയാണ്. കേരളത്തിൽ എന്തായിരുന്നു പണി? മേശരിപ്പണി. ഇവിടെ മേശരിപ്പണി. ആശാന്റെ വീട് ഭൂട്ടാന്റെ അടുത്താട്ടോ. നമ്മുടെ നാട്ടിൽ 10 വർഷം ഉണ്ടായിരുന്നു. ഇനി കേരളത്തിലോട്ടില്ലേ? കേരളത്തിലോട്ട് വരുന്നില്ലേ? കേരളം എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അപ്പൊ ഇനി വരുന്നില്ല? 2 വർഷം. അതെന്താ 2 വർഷം? ഓ, വീട്ടിൽ പ്രോബ്ലം ഉണ്ടല്ലേ. അപ്പം ബ്രോ 2 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിലോട്ട് വരും. അപ്പോൾ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട്. കേരളത്തിൽ വരുമ്പം ഒന്നുകൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓ, മലയാളികൾ കണ്ടതിനേക്കാൾ ഇച്ചിരി സന്തോഷം കൂടുതലുണ്ട് മലയാളം അറിയാന്നുള്ളൊരു അന്യസംസ്ഥാനക്കാരനെ കണ്ടപ്പോൾ. നല്ല രസമുണ്ട് കേട്ടോ. ലാച്ചൻ എങ്ങനെയുണ്ടെന്ന് പുള്ളി നമ്മോട്ട് ചോദിച്ചിട്ടുണ്ട്. റൂം സ്റ്റേ ഒക്കെ എവിടെയാണെന്നൊക്കെ പുള്ളി ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര കാര്യം. പുള്ളി അന്ന് ഇങ്ങോട്ടാ ചോദിച്ചത്, മലയാളിയാണോ, കേരളത്തിലെവിടെയാ? സന്തോഷം. നമ്മൾ റൂം എടുത്തവരുടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചോറ്, നമ്മളെ ഉരുളക്കിഴങ്ങ് വിഴുക്ക്, എന്ത് കറിയാണോ? പരിപ്പ് കറി, മുട്ട, അച്ചാർ. ഒരു 10-12 ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ നമ്മൾ ചോറ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളെ ചോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത് നമുക്ക് മറ്റില്ല തമിഴ്നാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ബ്രോയാട്ടോ. പുള്ളിയുടെ പേര് മറന്നുപോയി. പുള്ളിയാണ് ചോറും കറിയെല്ലാം നമുക്ക് ഉണ്ടാക്കി തന്നത്. കൊള്ളാം, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫുഡായിരുന്നു. വയർ പൊട്ടും വരെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ബാക്കിയുള്ള കാര്യം അറിയാമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യവും സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള കാര്യവും. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.